ശ്രീ ബാബു എം പാലിശ്ശേരി കേരള രാഷ്ട്രീയത്തിലെ നിറസാന്നിധ്യവും മുൻ MLA-യുമായ ശ്രീ ബാബു എം പാലിശ്ശേരി 2025 ഒക്ടോബർ 14 അന്തരിച്ചു. തൃശ്ശൂർ ജില്ലയിലെ കൊരട്ടിക്കരയിലെ രാമൻ നായർ അമ്മിണിയമ്മ ദമ്പതികളുടെ മകനായി 1958 മെയ് 13 ജനനം. കുന്നംകുളം നിയോജകമണ്ഡലത്തെ പ്രതിനിധീകരിച്ച് 12-13 നിയമസഭകൾ അദ്ദേഹം അംഗമായിരുന്നു. 1980 DYFI രൂപവൽക്കരിച്ചപ്പോൾ കൊരട്ടിക്കരയിലെ പ്രഥമ യൂണിറ്റ് പ്രസിഡന്റായി പൊതുപ്രവർത്തന രംഗത്തേക്ക് എത്തിയ അദ്ദേഹം തൃശ്ശൂർ ജില്ലയിലെ യുവജന പ്രസ്ഥാനത്തെ കെട്ടിപ്പടുക്കുന്ന നിർണായക പങ്കുവഹിച്ചു. DYFI സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം, CPIM കുന്നംകുളം ഏരിയ സെക്രട്ടറി, CPIM തൃശ്ശൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം, ഗ്രന്ഥശാലാ സംഘം ജില്ലാ പ്രസിഡന്റ്, CITU തൃശ്ശൂർ ജില്ലാ ജോയിന്റ് സെക്രട്ടറി, കേരള കലാമണ്ഡലം എക്സിക്യൂട്ടീവ് ബോർഡ് അംഗം, കേരള കരാട്ടെ അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് തുടങ്ങി സാംസ്കാരിക, തൊഴിലാളി, കായിക മേഖലകളിലെല്ലാം അദ്ദേഹം സജീവ പങ്കാളിയായിരുന്നു. ജനകീയ പ്രശ്നങ്ങളിൽ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകൾ സ്വീകരിച്ചിരുന്ന അദ്ദേഹം സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ നിയമസഭയിൽ ഉറച്ച ശബ്ദത്തോടെ അവതരിപ്പിച്ചു. നിയമസഭയിൽ ഇടപെടലുകളിലൂടെ അദ്ദേഹം കുന്നംകുളത്തിൻ്റെ വികസനത്തിന് അടിത്തറയിട്ടു. വായനയും എഴുത്തിനെയും സ്നേഹിച്ചു. സാംസ്കാരിക പ്രവർത്തകൻ കൂടിയായിരുന്നു അദ്ദേഹം. ജനകീയാസൂത്രണ പ്രസ്ഥാനത്തിലും സഹകരണ മേഖലയിലും അദ്ദേഹം നൽകിയ സംഭാവനകൾ ശ്രദ്ധേയമാണ്. സൗമ്യമായ ഇടപെടൽ കൊണ്ട് എതിർ രാഷ്ട്രീയ കക്ഷികളുടെ പോലും ആദരവ് പിടിച്ചുപറ്റാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു. ലളിതമായ ജീവിത ശൈലിയും ജനങ്ങളുടെ ഊഷ്മളമായ പെരുമാറ്റവും ബാബു എം പാലിശ്ശേരിയെ വേറിട്ട് നിർത്തി. ബാബു എം പാലിശ്ശേരിയുടെ വിയോഗം കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിനും തൃശ്ശൂർ ജില്ലയിലെ സാമൂഹിക സാഹിത്യ മണ്ഡലത്തിന് നികത്താനാവാത്ത നഷ്ടമാണ്. അച്ചടക്കവും വിനയവും കൈമുതലാക്കിയ ജീവിതം വരും തലമുറയെ രാഷ്ട്രീയ പ്രവർത്തകർക്ക് എന്നും ഒരു പാഠപുസ്തകമായി നിലനിൽക്കും.